ലോകകപ്പ് ക്രിക്കറ്റ് 2020 കിരീടം നേടിയതിന്റെ തൊട്ട് പിറകെ ഇന്ത്യ സിംബാബ്വെ പരമ്പര കൂടി ഇന്ത്യ നേടിയിരിക്കുന്നു. 4ാം 2020 മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ 10 വിക്കറ്റിന്റെ വിജയമാണ് ഇന്ത്യ നേടിയിരിക്കുന്നത്. അമൽനാഥ് പാടിച്ചാൽ ഈ വിജയത്തിന്റെയും പരമ്പര വിജയത്തിന്റെയും വിവരങ്ങൾ ഒന്നൊന്നായി പങ്കുവെക്കുന്നു. ഏത് രീതിയിലായിരുന്നു വിജയം? MS ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകകപ്പ് കിരീടവുമായാണ് ഈ പരമ്പരയ്ക്ക് ഇന്ത്യ എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആദ്യ മത്സരത്തിൽ ഒരു അട്ടിമറി വിജയമായിരുന്നു സിംബാബ്വെ നേടിയത്. അത് ഇന്ത്യൻ ആരാധകരെ ഒക്കെ തന്നെ നിരാശരാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് തുടർച്ചയായ ഒരു ഹാട്രിക് വിജയത്തിലൂടെയാണ് ഇന്ത്യ ഈ പരമ്പര സ്വന്തമാക്കിയത്. പിന്നീടുള്ള മത്സരങ്ങളിൽ സിംബാബ്വെയുടെ ബാറ്റർമാർക്കും ഒപ്പം തന്നെ ബൗളർമാർക്കും ഒരു പ്രതീക്ഷയും നൽകാത്ത പ്രകടനമായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. രണ്ടാം മത്സരത്തിൽ അഭിഷേക് ശർമ്മയുടെ ഒരു മിന്നും സെഞ്ചുറി കാണുവാൻ വേണ്ടി സാധിച്ചു. പിന്നീട് എല്ലാ മത്സരങ്ങളിലും ഇന്ത്യയുടെ ബാറ്റർമാരാണെങ്കിലും ബൗളർമാരാണെങ്കിലും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുകയായിരുന്നു. ഇന്നത്തെ ഈ മത്സരത്തിൽ, അതായത് പരമ്പരയിലെ 4ാമത്തെ മത്സരമാണ്, ഈ മത്സരം വിജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം എന്ന രീതിയിലായിരുന്നു ഇന്ത്യ ഇന്ന് ക്രീസിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യക്കായിരുന്നു ടോസ് ലഭിച്ചത്. സിംബാബ്വെയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ, അതായത് മത്സരത്തിന്റെ തുടക്കത്തിൽ സിംബാബ്വെയുടെ ബാറ്റർമാർ 63 റൺസിന്റെ ഒരു ഓപ്പണിംഗ് ബാറ്റിംഗ് കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയത്. അവസാന നിമിഷങ്ങളിൽ സിംബാബ്വെയുടെ ബാറ്റർമാർ കത്തിക്കയറുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ ഇന്ത്യയുടെ ബോളിംഗ് യൂണിറ്റ് മികച്ച പ്രകടനം പുറത്തെടുത്തു. എല്ലാ ബോളർമാരും, അതായത് ബോൾ ചെയ്തതിൽ മിക്ക ബോളർമാരും വിക്കറ്റ് നേടിയതോടുകൂടി ഈ സിംബാബ്വെയുടെ ബാറ്റിംഗ് 152 റൺസിന് ഒതുങ്ങുകയായിരുന്നു. എന്നാൽ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ ഒരു അപ്രതീക്ഷിതമായ രീതിയിലും തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 15.2 ഓവറിലാണ് 153 എന്ന വിജയലക്ഷ്യത്തിലേക്ക് ഇന്ത്യയുടെ ബാറ്റർമാർ എത്തിയത്. ഇത്രയും ചെറിയ ഓവറിൽ, അതായത് ഒരു 10 റൺസിന്റെ, അതായത് 10 എന്ന റൺ റേറ്റിലായിരുന്നു ഇന്ത്യയുടെ ബാറ്റർമാർ ബാറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ 16ാമത്തെ ഓവറിൽ ഇന്ത്യക്ക് വിജയലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചു. ഇന്ത്യയുടെ ഓപ്പണർമാരുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. അതിൽ ജയ്സ്വാൾ 93 റൺസും ഒപ്പം തന്നെ ക്യാപ്റ്റനായ ഗില്ല് 58 റൺസുമാണ് നേടിയിട്ടുണ്ടായിരുന്നത്. 7 റൺസിന് ജയ്സ്വാളിന്റെ സെഞ്ചുറി നഷ്ടമായി എന്ന ഒരു നിരാശ മാത്രമേ ഇന്ത്യൻ ആരാധകർക്കുള്ളൂ. സിംബാബ്വെയുടെ ബൗളർമാർക്ക് ഒരു തരത്തിലുള്ള പ്രതീക്ഷയും നൽകാത്ത ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു തുടക്കത്തിൽ തന്നെ. അതായത് ഇന്ത്യയുടെ ഇന്നിംഗ്സിന്റെ ആദ്യ ഓവറിൽ തന്നെ 15 റൺസ് അടിച്ചായിരുന്നു ഇന്ത്യൻ ബാറ്റർമാർ ഈ വെടിക്കെട്ടിന് തുടക്കം കുറിച്ചത്. പിന്നീട് ഒരിക്കലും ഇന്ത്യക്ക് പിന്തിരിഞ്ഞു നോക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഒരു മികച്ച ബാറ്റിംഗ് കൂട്ടുകെട്ടിലൂടെ, മിന്നും പ്രകടനത്തിലൂടെയാണ് ഇരുവരും, അതായത് ഗില്ലും ജയ്സ്വാളും കൂടി ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചത്, ഇന്ത്യക്ക് പരമ്പര നേടിക്കൊടുത്തത്. ഈ പരമ്പരയിലെ അവസാന മത്സരം, അതായത് 5ാമത്തെ മത്സരം നാളെ നടക്കും ബനേഷ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ നമ്മുടെ മലയാളി താരത്തിന് വലിയ ഒരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞോ? MS സഞ്ജു സാംസന്റെ ആ ഒരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ 2020 വേൾഡ് കപ്പിലേതുപോലെ തന്നെ സമാനമായ സാഹചര്യം തന്നെ സ്ക്വാഡിൽ ഉണ്ടായെങ്കിൽ അദ്ദേഹത്തിന് അന്ന് മത്സരത്തിന് ഇറങ്ങാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. ഇത്തവണ പ്ലേയിങ് 11 ഉണ്ടായിരുന്നു. ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു സഞ്ജു സാംസൺ. എന്നാൽ അദ്ദേഹത്തിന് ഇന്നത്തെ മത്സരത്തിൽ, അതായത് ബാറ്റിങ്ങിന് കളത്തിലിറങ്ങാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് 8 പന്തുകൾ മാത്രമാണ് ലഭിച്ചത്. അതിൽ 12 റൺസ് എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യയുടെ ഓപ്പണർമാർ അവരുടെ മികച്ച ഫോം തുടർന്നതോടുകൂടി മറ്റാർക്കും ബാറ്റിങ്ങിന് ഒരു അവസരം നൽകാത്ത ഒരു സാഹചര്യം. ഇന്ത്യ 10 വിക്കറ്റിനാണ് ഈ മത്സരം വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ഓർഡർ പരിശോധിക്കുമ്പോൾ സഞ്ജു സാംസൺ ഇന്ത്യക്ക് വേണ്ടി 5ാമതായി ആണ് ബാറ്റിങ്ങിന് ഇറങ്ങേണ്ടിയിരുന്നത്. അതായത് 3 വിക്കറ്റുകൾ വീണാൽ ആയിരുന്നു ഇദ്ദേഹത്തിന് ക്രീസിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടായിരുന്നത്. ഈ പരമ്പര വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനി നടക്കുന്ന അവസാന മത്സരത്തിൽ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുക എന്നുള്ള നിലയ്ക്ക് ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വരുത്തുകയോ മറ്റോ ചെയ്താൽ ഒരു പക്ഷേ സഞ്ജു സാംസന് ഫോം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലേ? തീർച്ചയായും MS, അതായത് സഞ്ജു സാംസണെ ഒരു ഓപ്പണിംഗ് റോളിലേക്കൊക്കെ പരീക്ഷിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് ബാറ്റിങ്ങിന് അവസരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ ആ ഒരു പ്ലേയിങ് 11 എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ ഓപ്പണർമാർ തന്നെ നിരവധിയുണ്ട്. അതായത് ഇന്നത്തെ ആ ഒരു പ്ലേയിങ് 11 പരിശോധിക്കുമ്പോൾ അതിൽ ജയ്സ്വാളും ഗില്ലുമാണ് മത്സരത്തിൽ ഓപ്പൺ ചെയ്തിരുന്നത്. 1 ഡൗണായി ഇറങ്ങുന്ന അഭിഷേക് ശർമ്മ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ മറ്റൊരു ഓപ്പണർ ബാറ്ററാണ്. അതിനുശേഷം 2 ഡൗണായി ഇറങ്ങുന്ന ഗെയ്ക്വാദ് ആണെങ്കിലും ഇന്ത്യയുടെ ഓപ്പണറായി പലപ്പോഴും ഇറങ്ങി
ഇറങ്ങിയ താരമാണ്. പിന്നീടാണ് സഞ്ജുവിന് അവസരം ലഭിക്കുന്നത്. അഞ്ചാമതായാണ് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ഓർഡർ. ഒരുപക്ഷെ അടുത്ത മത്സരത്തിൽ ഇപ്പോൾ ബനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പരീക്ഷണം നടത്തുകയാണെങ്കിൽ ബാറ്റിംഗ് ഓർഡറിൽ ഏതെങ്കിലും തരത്തിലൊരു വ്യത്യാസം നടത്താൻ വേണ്ടി അല്ലെങ്കിൽ ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി ക്യാപ്റ്റൻ തീരുമാനിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സഞ്ജു സാംസണെ അടുത്ത മത്സരത്തിൽ ഓപ്പണറായി ഇറങ്ങാൻ വേണ്ടി സാധിക്കും. പക്ഷേ അവസാന മത്സരത്തിന് ശേഷം പിന്നെ വരാനിരിക്കുന്ന പരമ്പര എന്ന് പറയുന്നത് ശ്രീലങ്കയുമായിട്ടുള്ള പരമ്പരയാണ്. ഇതിൽ ഗൗതം ഗംഭീർ പല ഘട്ടങ്ങളിലായിട്ട് അദ്ദേഹം പ്രധാനപ്പെട്ട പരിശീലകനായിട്ട് നിയോഗിക്കപ്പെടുന്നതിന് മുൻപ് പല ഘട്ടങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ സഞ്ജു സാംസൺ അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. സഞ്ജു സാംസണെ എന്തുകൊണ്ട് പുറത്തിരുത്തുന്നു, സഞ്ജു സാംസണെ എന്തുകൊണ്ട് അവസരങ്ങൾ നൽകുന്നില്ല, സഞ്ജു സാംസൺ തുടർച്ചയായിട്ടുള്ള വലിയ പ്രകടനങ്ങൾ നടത്തുന്നില്ല എന്ന് പറഞ്ഞ് അതേസമയം തന്നെ വല്ലപ്പോഴും മാത്രം അവസരം കൊടുക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുകയും സഞ്ജു സാംസൺ അനുകൂലമായി നിലപാടെടുക്കുകയും ചെയ്തിട്ടുള്ള ഗൗതം ഗംഭീറാണ് ഇപ്പോൾ പരിശീലക സ്ഥാനത്തുള്ളത്. അടുത്ത ദിവസങ്ങൾ ഇതിലെ പ്രധാനപ്പെട്ട സിലക്ടറായിട്ടുള്ള അജിത് അഗാർക്കറുമായിട്ട് സംസാരിക്കാൻ പോകുന്നു. ഒരു പക്ഷേ ശ്രീലങ്കയിലേക്ക് ആരൊക്കെ വേണം, അതിലെ ക്യാപ്റ്റൻ ആരാവണം, പ്രധാനപ്പെട്ട പങ്കുകൾ ആര് വഹിക്കണം, ടീമിൽ ഉൾപ്പെടുത്തേണ്ടത് ആരൊക്കെ എന്നുള്ള കാര്യം വരുമ്പോൾ സഞ്ജു സാംസണിനുള്ള സാധ്യത കൂടി എങ്ങനെ കാണാം? തീർച്ചയായും ഈ ശ്രീലങ്കൻ പര്യടനത്തിൽ ഒരുപക്ഷെ സഞ്ജു സാംസണെ ആ ഒരു സ്ക്വാഡിനെ ഉൾപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അദ്ദേഹം ഈ കഴിഞ്ഞ IPL മികച്ച ഫോമിൽ ആയിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഈ 2020 വേൾഡ് കപ്പിലെ ആ ഒരു സ്ക്വാഡിലും അദ്ദേഹം ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ആ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്താം. ഒരുപക്ഷെ അതിൽ പ്ലേയിങ് ലെവലിൽ ഇദ്ദേഹത്തിന് സ്ഥാനം ലഭിക്കുമോ എന്നൊക്കെ നമുക്ക് ആ സ്ക്വാഡ് കണ്ടാൽ മാത്രമേ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കൂ. അതേസമയം തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൗതം ഗംഭീർ എന്ന ഇന്ത്യയുടെ താരം, അതായത് അദ്ദേഹം വളരെ അഗ്രസീവായ ഒരു കാലത്ത് ഇന്ത്യക്ക് വേണ്ടി മത്സരം കാഴ്ചവെച്ച താരമാണ്. അദ്ദേഹം ഇന്ത്യയുടെ പരിശീലകനായി എത്തുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ എന്തൊക്കെ ആകാം. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ സഞ്ജു സാംസൺ കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം ഫോം നിലനിർത്തി വരുന്ന ഒരു താരം തന്നെയാണ്. അത് മനസ്സിലാവണമെങ്കിൽ ഈ IPL ഓരോ വർഷങ്ങളായുള്ള മത്സരങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇന്ത്യൻ ജേഴ്സിയിലേക്ക് വരുമ്പോൾ സഞ്ജു സാംസൺ എന്ന താരത്തിന് പലപ്പോഴും അവസരങ്ങൾ നൽകാൻ വേണ്ടി പരിശീലകർ മടിക്കുന്നത് കാണാൻ വേണ്ടി സാധിച്ചു. ഒരു പക്ഷേ സഞ്ജുവിൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തത് രാഹുൽ ദ്രാവിഡ് ആയിരുന്നു പലപ്പോഴായി. അത് IPL ആ ഒരു സമയങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും. പക്ഷേ 2020 വേൾഡ് കപ്പിലേക്കൊക്കെ എത്തുമ്പോൾ ഈ രാഹുൽ ദ്രാവിഡിന്റെ പരിശീലക സമയത്ത് പോലും അദ്ദേഹത്തിന്, അതായത് സഞ്ജു സാംസണെ ഒരു മത്സരത്തിൽ പോലും ക്രീസിലേക്ക് ഇറങ്ങാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല. അതിൽ നിന്നും മാറി ഈ ഗൗതം ഗംഭീർ എന്ന പരിശീലകൻ വരുമ്പോൾ ഒരുപക്ഷെ ശ്രീലങ്കൻ പര്യടനത്തിൽ ഇദ്ദേഹത്തിനെ ഈ ഒരു പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഫോമിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ആ ഒരു നിഗമനം നിലവിലുള്ളത്. അമൽ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഒരുപക്ഷെ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു എന്ന് വിചാരിക്കുക. ഇന്നത്തെ മത്സരത്തിൽ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാർ ഔട്ടാവാതെ കൃത്യമായിട്ട് 10 വിക്കറ്റ് വിജയം നേടിക്കൊടുത്തു. ആ വിജയത്തിൻ്റെ ആഘോഷം, അതിൻ്റെ വലിയ പ്രാധാന്യമുള്ള ഈ ഘട്ടത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് നിർണായകമായ യാതൊരു പങ്കും വഹിക്കാത്ത ലോക 2020 മത്സരത്തിൽ പോലും ഫോം ഇല്ലാതെ പോയ സഞ്ജു സാംസണെ കുറിച്ച് പറയുന്നു? ഇത് നിങ്ങളുടെ ഒരു മലയാളി താല്പര്യം മാത്രമല്ലേ, പ്രാദേശികവാദമല്ലേ എന്ന് ഏതെങ്കിലും പ്രേക്ഷകൻ തിരിച്ചു ചോദിച്ചാൽ എന്ത് പറയും അമൽ? ഒരു പ്രാദേശിക താല്പര്യം എന്നതിനപ്പുറം സഞ്ജു സാംസൺ എന്ന ആ ഒരു താരത്തിൻ്റെ ആ ക്വാളിറ്റിയാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ചു നാളുകളായി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോം എടുത്ത് പരിശോധിക്കുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് തുടർച്ചയായ മത്സരങ്ങൾ കളിക്കാൻ വേണ്ടി സാധിച്ചത് ഈ IPL പോലുള്ള ടൂർണമെൻറ്റുകളാണ്. അതിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വരെ അദ്ദേഹത്തിന് ഉയർത്താൻ വേണ്ടി സാധിച്ചിരുന്നു. അതായത് ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ലീഡിംഗ് പവർ, അതായത് മറ്റുള്ളവരെ നയിക്കുവാനുള്ള ഒരു പവർ ആ ഒരു താരത്തിനുണ്ടാകണം. ഒപ്പം തന്നെ ബാറ്റിങ്ങിൽ അദ്ദേഹത്തിന്റെ നിർണായകമായ സംഭാവനകൾ, അതായത് ഈ IPL അദ്ദേഹത്തിന്റെ ഫോം കണ്ടതിനെ തുടർന്നാണ് ഇപ്പോൾ 2020 ലോകകപ്പിന്റെ സ്ക്വാഡിൽ അടക്കം അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ഫോം നിലനിർത്തുന്ന ഒരു താരം തന്നെയാണ്. ഒരു ടൂർണമെന്റിൽ ഇപ്പോൾ ഒരു 14 മത്സരങ്ങൾ ഉണ്ടെങ്കിൽ ആ 14 മത്സരങ്ങളിലും ഒരു പക്ഷേ 50 മുകളിൽ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ ഒട്ടുമിക്ക മത്സരങ്ങളിലും മികച്ച റൺ റേറ്റോടുകൂടി അദ്ദേഹത്തിന് മികച്ച സ്കോറിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വളരെ ക്വാളിറ്റിയുള്ള ഒരു താരം തന്നെയാണ് സഞ്ജു സാംസൺ. അത് അദ്ദേഹം പല മത്സരങ്ങളും കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ ജേഴ്സിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് തുടർച്ചയായ അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നതാണ് അദ്ദേഹത്തെ പലപ്പോഴും മാറ്റി നിർത്താനുള്ള ഒരു കാരണം എന്നതും കൂടിയും സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഒരു മത്സരത്തിൽ അദ്ദേഹത്തെ കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു പക്ഷേ അദ്ദേഹം ചിലപ്പോൾ മികച്ച സ്കോറിലേക്ക് എത്തിയേക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ഫോം ഔട്ടായി തോന്നിയേക്കാം. എങ്കിലും രണ്ടാമതൊരു മത്സരം അദ്ദേഹത്തിനെ കളിപ്പിക്കാൻ വേണ്ടി പരിശീലകർ പോലും തയ്യാറായിട്ടില്ല. അതുതന്നെയാണ്
അദ്ദേഹത്തിന് പിന്നീടുള്ള ടൂർണമെന്റുകൾ അടക്കം നിലനിർത്താൻ ഇന്ത്യൻ പരിശീലകർ തയ്യാറാകത്തുള്ള ഒരു പ്രധാന കാരണം നിലവിലെ സാഹചര്യത്തിൽ പരിശോധിക്കുമ്പോൾ സഞ്ജു സാംസൺ മികച്ച ഫോമിലുള്ള ഒരു താരമാണ്. അതിനാൽ തന്നെ ഈ ശ്രീലങ്കയ്ക്കെതിരായ ആ ഒരു പരമ്പരയിൽ ഒരുപക്ഷെ സഞ്ജു സാംസണെ സാധ്യത ഉണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്.